ഞാൻ ഓർത്തിരിക്കുന്ന ചാക്കോച്ചനെങ്കിലും മജീഷ്യനൊക്കെ അറിയാവുന്ന പോലെയാണ്. കുഞ്ഞിന്റെ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു എക്സ്പ്രഷൻ, ഫീലിങ്സ് എന്തായിരുന്നു? അയ്യോ, ഞാൻ ഇത്രയ്ക്കും നന്നായിട്ട് അഭിനയിക്കുമോ? എനിക്കൊരു പ്ലേ സ്റ്റേഷൻ മേടിച്ചെന്നെ. എൻ്റെ പൊന്നി, ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് മമ്മാനോട് ബൈ പറയാൻ വേണ്ടി ഇങ്ങനെ മമ്മ പോകാൻ വേണ്ടി അറിയാൻ കേക്കിരിക്കണം. ഞാൻ സർപ്രൈസ്ഡായി. അങ്ങനെ ഒത്തിരി സന്തോഷമായല്ലേ? നല്ല സന്തോഷമായ ദിവസമായിരുന്നു. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ സാധാരണക്കാരെങ്ങനെ ജീവിക്കാം? ബാക്കിട്ടാ ഞാൻ അറ്റത്ത് വയ്ക്കണം. എൻ്റെ പിന്നെ അടുത്തേക്ക് വിളിച്ചാൽ ഞാൻ അയ്യോ അയ്യോ എൻ്റെ ബബുക്ക് ഞാനല്ലോ വിളിക്കുന്നത്. ഒരു നായിക, എനിക്ക് ഇതേപോലെ ഒരു നായിക ആവണമെന്ന് പറയുകയാണെങ്കിൽ ഏത് നായികമാരുടെ? മഞ്ചേണ്ടി ശരിക്കല്ലേട്ടാ. ചേട്ടൻ്റെ വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ചു, പട്ടി ചേട്ടനെ കടിച്ചു, പിന്നെ ചേട്ടത്തിയെ കടിച്ചു, പിന്നെ ബ്രോ ഞങ്ങളോട് ഒരു വാക്കുപോലും ദേഷ്യപ്പെട്ടു ഒന്നും പറഞ്ഞിട്ടില്ല. നല്ല ഇതായിരുന്നു. അതുപോലെ തന്നെ പോയാൽ വെച്ച് ആരും പറഞ്ഞല്ല, ബ്രോയും പറഞ്ഞല്ല. ഉമ്മി ഇങ്ങനെ വിളിച്ചു, ഹലോ, ആ ജോക്കർ ടീമിൽ നിന്നാണ്, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൽ നിന്നാണ്. അപ്പോൾ ഉമ്മി ഇങ്ങനെ അപ്പം ഞാൻ ഹലോ, ഇന്ന് വീഡിയോ വൺ ഷോമോളിനോടൊപ്പം ഐ നോബഡിയിലെ ദ ലിറ്റിൽ സ്റ്റാർ ഉണ്ട്, ഐറക്കുട്ടി ഉണ്ട്. വെൽക്കം ടു വീഡിയോ വൺ ഷോമോൾ. താങ്ക് യു. എങ്ങനെ പോകുന്നു സെലിബ്രിറ്റി ലൈഫൊക്കെ? നല്ലതാണ്, ഇൻ്റർവ്യൂസും നല്ലതാണ്. നമുക്ക് ഇങ്ങനെ ഇന്നലെ 3 ഇൻ്റർവ്യൂ ഉണ്ടായി, അപ്പോൾ ഇന്നും ഉണ്ട്, ഇനി 2 കൂടി ഉണ്ട്. 2 കൂടി ഉണ്ട്. എങ്ങനെയാ ഈ സിനിമയിലേക്ക് എത്തുന്നത് കുഞ്ഞ്? ഈ നോബഡി നോബഡിയില് അത് ഞാൻ ആശാൻ ടീം ആശാൻ ടീം എന്നല്ല, ആശാൻ ഫിലിം ഇറങ്ങിയില്ല, അതിനകത്ത് ഞാൻ ഉണ്ടായി. അപ്പോൾ അത് 3 സിനിമയാണല്ലോ. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ സിനിമയിൽ അതിനകത്ത് ഈ നവീന ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയായിരുന്നു എൻ്റെ അമ്മയായിട്ട്. അപ്പോൾ അത് ജോക്കർ ടീമിലുണ്ടായി. അപ്പോൾ ആ ചേച്ചി ഇന്നൊരു ഇതുണ്ടെന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ചെന്നു, ഞാൻ ചെന്നു, എന്നിട്ട് ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് പോന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ പോയി പകുതി എത്തിയപ്പോൾ 2ാമതും വിളിച്ചു, വീണ്ടും ചെന്നു. അപ്പോൾ ചേച്ചി അനിയത്തിയും കോമ്പിനേഷൻ ആയിരുന്നു. മീൻസ് വാച്ച് ഇങ്ങനെ കളഞ്ഞു പോയിട്ട് ഞാൻ ഇങ്ങനെ തപ്പിയിട്ട് ചേച്ചി എന്നെ ഇങ്ങനെ വഴക്കൊക്കെ പറയുന്നു. അതായിരുന്നു ഓഡീഷനിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യത്തേൽ ഇങ്ങനെ അമ്മയാകും, ഞാൻ ഡോക്ടറും ആകും. മീൻസ് ഇങ്ങനെ ഓ കരണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആട്ടി ഓ കരണ്ടാട്ടോ. എന്നിട്ട് മാമന് നല്ല പനിയുണ്ട്. അപ്പൊ വരുമ്പോഴത്തേക്കും ഞാൻ പറയാം, 5 ഇഞ്ചക്ഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കയ്യിൽ നിന്ന് വിട്ട് പറഞ്ഞിട്ട് ഓക്കെ എന്നും പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴാണ് മെറ്റിയത്. മീൻസ് ചേച്ചി അനിയത്തിയും കോമ്പിനേഷൻ. അങ്ങനെ അവിടെ എന്താ പറഞ്ഞേ ഓഡീഷനിൽ? അതെങ്ങനെ ചെയ്യാനാ പറഞ്ഞേ? ചേച്ചി അനിയത്തിയും തമ്മിലുള്ള ചേച്ചി അനിയത്തിയും തമ്മിലുള്ളത്, ചേച്ചിന്റെ വാച്ച് ഞാൻ സ്കൂളിൽ കെട്ടിക്കൊണ്ടു പോകും. എന്നിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ എൻ്റെ ആ വാച്ചില്ല. അപ്പൊ ചേച്ചി ചോദിക്കും. അപ്പൊ എങ്ങനെ കുഞ്ഞു പറഞ്ഞ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അയ്യോ, ചേച്ചി ചോദിക്കൂല, ഞാൻ ഇങ്ങനെ വാച്ച് ഇങ്ങനെ അയ്യോ വാച്ച് എവിടെയെന്നും പറഞ്ഞ് തപ്പുമ്പോഴത്തേക്ക് ചേച്ചി ഒന്ന് എന്താ അടിയെന്ന് അയ്യോ നിന്റെ കൈ കാണിച്ചെന്ന് പറയാൻ കാണിക്കുമ്പോഴത്തേക്കും വാച്ചില്ല. ഇപ്പൊ പൃഥ്വിരാജും പാർവതിയും പപ്പയും അമ്മയും അല്ലേ രാജുവിനോട് കൂടെ അഭിനയിക്കുന്ന പറയുന്ന സമയത്ത് കുഞ്ഞിന്റെ മനസ്സിൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന കാര്യം എന്തായിരുന്നു? ശരിക്കുമാണോ കിട്ടിയോന്നൊക്കെ രസകരമായിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടോ രാജുവിനോടൊപ്പം ഉള്ള? മമ്മ പറഞ്ഞു പപ്പ അപ്പ കണ്ണിങ്ങനെ ചേർത്തിരിക്കണല്ലേ. അപ്പൊ എന്നോട് ഡയറക്ടർ അങ്കിള് മീൻസ് ബ്രോയി പറഞ്ഞു, ഇവിടെ ഈ ബ്രോയി ഇടിച്ചതാണ്, മീൻസ് നല്ലോണം അഭിനയിക്കാനായിട്ട് വഴുകി വന്നേന്. അപ്പൊ പപ്പേനോട് ഞാൻ ചോദിച്ചപ്പോ പപ്പ പറയേ ഞാൻ നല്ലോണം അഭിനയിക്കാനായിട്ട് ഇടിച്ചേന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായല്ലോ രണ്ടുപേരും കള്ളം പറയുന്നു. പറ്റിച്ചു കുഞ്ഞിനെ. വേറെന്താ മാമ? ഇങ്ങനെ മീൻസ് ഇങ്ങനെ നടന്നു വരുമായിരുന്നു, ചേച്ചീനൊക്കെ രക്ഷിച്ച് എന്നെ നടന്നു വരുമ്പോഴത്തേക്ക് ഏന്തിയാ നടന്നു തന്നെ. അപ്പൊ ഞാനോർത്തു എന്നെ എടുത്തിട്ട് എന്റെ ഭാരം കൊണ്ടാണോ ഇനി അങ്ങനെ വന്നേന്ന്. അയ്യോടാ. അപ്പോഴത്തേക്കും പിന്നെ കടി എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി ഏന്തി വന്നോന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സമാധാനമായി. കുഞ്ഞിന്റെ ഭാരം കൊണ്ടല്ല, അതങ്ങനെ പറഞ്ഞിട്ടാണെന്നുള്ളതല്ലേ. ഈ രാജുവേട്ടനും പാർവതി ചേച്ചിയും പറഞ്ഞ ട്രിക്സ് എന്തായിരുന്നു അഭിനയിക്കാനായിട്ടുള്ള?
പാർവതി ആൻറ്റി പറഞ്ഞു അഭിനയിക്കുന്നതിന് മുമ്പ് നിങ്ങളിങ്ങനെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ടേ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കൂളായിട്ടൊന്ന് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ മമ്മ പറഞ്ഞു ഇങ്ങനെ മാത്രം ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെ കഴിയാൻ കാലും പൊക്കി ഇങ്ങനെ പോകുന്നു, വീണ്ടും താത്തും ഇങ്ങനെ. എന്നിട്ടത് ചെയ്തിരുന്നോ അഭിനയിക്കുന്ന സമയത്ത്? രാജേട്ടൻ എന്താ പറഞ്ഞേ? പൃഥ്വിരാജങ്ങള് പറഞ്ഞു ഇങ്ങനെ തെറ്റുമ്പോ അത് കുഴപ്പമില്ല, അങ്ങനെ അഭിനയിക്കണം, ഇങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പൃഥ്വിരാജങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഡയറക്ടർ അല്ലേ നിസാം ബഷീർ, എങ്ങനെയാ കുഞ്ഞിന്റെ അടുത്ത് ഈ ക്യാരക്ടറിനെ പറ്റി പറയുന്നത്? എന്താ ഈ ക്യാരക്ടറിനെ പറ്റി പറയുന്നത്? ഞാൻ പപ്പാസ് ഗേളാന്ന് പറഞ്ഞു, ചേച്ചി മമ്മാസ് ഗേളാന്നും പറഞ്ഞു. തിയേറ്ററിൽ ഫുള്ള് കൈയടി വന്ന സീനായിരുന്നു. സാധാരണക്കാർക്ക് എങ്ങനെയാ ജീവിക്കുക അതൊന്ന് പറയാമോ ഞങ്ങൾക്ക് വേണ്ടിട്ട്? ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ സാധാരണക്കാരെങ്ങനെ ജീവിക്ക? ഗുഡ് ഗേൾ. ഓക്കെ, ഞാൻ കുറച്ച് പേരുടെ പേര് പറയാം, സെലിബ്രിറ്റീസിന്റെ പേര് പറയാം. അപ്പൊ അവരുമായിട്ടുള്ള രസകരമായിട്ടുള്ള എക്സ്പീരിയൻസ് പറയണേ. ഫസ്റ്റ് കുഞ്ചാക്കോ ബോബൻ, മോളുടെ അടുത്ത സിനിമയാണ്. അതെങ്ങനെ ഉണ്ടായിരുന്നു? കുഞ്ചാക്കോ ബോബൻ അങ്കിള് ഞങ്ങക്ക് ഒരു മാജിക് പഠിപ്പിച്ചു തന്നു. മീൻസ് ഇവിടെ ഒരു പെൻ വെച്ചിട്ട് ഇതിങ്ങനെ തിരിച്ചങ്ങനെ എടുക്കണം, വീണ്ടും ഇങ്ങനെ 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 എടുക്കും. മീൻസ് കൈ ഇങ്ങനെ വിടത്തില്ല, റൊട്ടേറ്റ് ചെയ്ത് തന്നെ കാണിക്കും. അപ്പം ഞാൻ ഓർത്തിരിക്കുന്ന ചാക്കോച്ചനെങ്കിലും മജീഷ്യനൊക്കെ അറിയാവുന്ന പോലെയാണ്. ഓക്കെ, ഇന്ദ്രൻസ് ഏട്ടനായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഈ മീശ വെപ്പാണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ പല്ലൊക്കെ തേക്കാൻ ഭയങ്കര പാടല്ലേന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പല്ല് വെക്കാറില്ല, ഞാൻ ഒരു ചിക്കൻ പീസല്ലേ വല്ല ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റിക്കൊക്കെ വെച്ച് ഇങ്ങനെ എടുക്ക് കാണിക്കും, അങ്ങനെ പല്ലേക്കാറുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, മമ്മൂക്ക ഈ ഇടയ്ക്ക് കുഞ്ഞിനെ വിളിക്കുന്നൊരു വീഡിയോ കണ്ടിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് സന്തോഷമായി പോയി. ആദ്യം ഞാൻ അവിടെ ഇരുന്നപ്പോൾ എന്നെ ആരും വിളിച്ചില്ല. അപ്പോൾ ആദ്യം ഞാൻ അവിടെ ഇരുന്നപ്പോൾ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട്, അപ്പോൾ ഞാൻ അറ്റത്ത് വയ്ക്കണം, എൻ്റെ അപ്പോൾ എന്നെ അടുത്തേക്ക് വിളിച്ചപ്പോൾ ഞാൻ അയ്യോ അയ്യോ എൻ്റെ മമ്മൂക്ക ഞാനല്ലോ വിളിക്കുന്നത്. അയ്യോ എനിക്ക് കേട്ടോ. ആരുടെ കൂടെ അഭിനയം, മലയാള സിനിമയിൽ ആരുടെ കൂടെ അഭിനയിക്കാൻ ഏറ്റവും ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, എല്ലാ നടന്മാരും നല്ല കള്ളി. പ്രാക്ടിക്കലായിട്ട് ആൻസർ പറയാതെ ഒരാളെ പറയണം. പക്ഷെ അത് മന്ത്രിയായി വിജയാണോ? ഞാൻ അഭിനയിക്കാൻ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഒരു നായിക, എനിക്ക് ഇതേപോലെ ഒരു നായിക ആവണം എന്ന് പറയുകയാണെങ്കിൽ ഏത് നായികമാരുടെ? മഞ്ജു വാര്യര്. അതെന്താ? നല്ല അഭിനയിക്കാണ്, പിന്നെ അതൊക്കെ കാരണം മഞ്ജു ആന്റിയും. പിന്നെ സിനിമ പറ ചേച്ചി, പറഞ്ഞുതരാൻ പേര്. പ്രേമലൂല് മമിത ബൈജു. ഓക്കെ, അങ്ങനെയാണെങ്കിലേ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ പ്രേക്ഷകർക്കായിട്ട് ഒരു 3 സിനിമ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ സിനിമ ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? വാഴ 2, പിന്നെ രോമാഞ്ചം, പിന്നെ പ്രേമലു. ഈ 3 സിനിമകളാണ്. അതിന്റെ ഇടയ്ക്കൂടെ എന്റെ സിനിമയും കൂടെ കാണണം എന്നല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു പാട്ട് പാടിത്തരോ ഞങ്ങൾക്കായിട്ട്? ഫൺ പാട്ടാണ്. ഫൺ മതി. ചിരിക്കരുത്. ഞാൻ ചിരിക്കില്ല. ചിരിക്കില്ലട്ടാ. ചേട്ടന്റെ വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ചു, പട്ടി ചേട്ടനെ കടിച്ചു, പിന്നെ ചേട്ടത്തിയെ കടിച്ചു, പിന്നെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളെ കടിച്ചു. ചേട്ടന്റെ വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ചു, ചേട്ടൻ നാരങ്ങ കൊടുത്തൊന്ന് നോക്കി, പിന്നെ ചോറിൽ വിഷം വെച്ച് നോക്കി, പക്ഷെ പട്ടിക്കതേറ്റില്ല. തിരിച്ചു പോയില്ല, എന്താ ചെയ്യാ? കൊള്ള, ഇതൊക്കെയാ പഠിക്കുന്നത്. ആര് പഠിപ്പിച്ചു തന്നെ? ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഷോർട്സിലൊക്കെ ഇങ്ങനെ കണ്ടു പഠിച്ചതാണ്. ഓക്കെ, ഈ സ്കൂളിലെ കുട്ടികളൊക്കെ ഫ്രണ്ട്സൊക്കെ എന്താ പറഞ്ഞ സിനിമ കണ്ടപ്പോൾ? അവർ കണ്ടിരുന്നോ? അഭിപ്രായം പറഞ്ഞിരുന്നോ? അല്ല, ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പോയി കാണും എന്ന് പറഞ്ഞു. പിന്നെ അക്സ ഉണ്ട്, പിന്നെ സെറ ഉണ്ട്, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അവരൊക്കെ എപ്പോഴാ കാണുന്നതെന്ന് എനിക്കറിയില്ല. സെറ ഇന്ന് പോയി കാണുമെന്ന് പറഞ്ഞു. അപ്പൊ അക്സ എപ്പോഴാ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പോഴേ ഈ സിനിമ കണ്ടിട്ട് കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്രിസിയേഷൻ ഏതായിരുന്നു? ആരുടെ ആയിരുന്നു? പപ്പ മമ്മിയുടെ ആയിരുന്നു. അവർക്ക് എങ്ങനെയായിരുന്നു അതെ ആ സിനിമ തിയേറ്ററിൽ? പൃഥ്വിരാജ് ആന്റിയും പാർവതി ആന്റിയും പിന്നെ ഉമ്മീന്റെയും പപ്പേന്റെ ഒക്കെ ഒരു ഇതില്
സിനിമ തിയേറ്ററിലെ കുഞ്ഞിന്റെ സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞിന്റെ മനസ്സിൽ വന്നിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഫീലിങ്സ് ഉണ്ടായിരുന്നു? അയ്യോ, ഞാൻ ഇത്രയ്ക്കും നന്നായിട്ട് അഭിനയിക്കോ എന്നൊക്കെ തോന്നിപ്പോയി. അങ്ങനെയാ തോന്നി. ഓക്കെ, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോഴേ കുഞ്ഞിന്റെ സീൻ വരുമ്പോ കൈയടിക്കുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോഴൊക്കെ എന്താ തോന്നിയത്? അതുവരെ സൈലന്റ് ആയിട്ടിരുന്ന് പെട്ടെന്ന് കുഞ്ഞിന്റെ സീൻ വരുമ്പോ കൈയടിക്കുന്ന കാണുമ്പോ. ഞാൻ അഭിനയിച്ചപ്പോ ചിരിച്ചുണ്ടായില്ല, പക്ഷെ ഇത് കണ്ടപ്പോ ഞാൻ ചിരിച്ചുപോയി. ബാക്കി താന്നൊക്കെ പറയുന്നത്. ആ ടോയുടെ സീനില്ലേ, അതിനകത്ത് എന്താ ഡയറക്ടർ അങ്കിള് പറഞ്ഞു തന്നെ? അതിനകത്ത് പറഞ്ഞു ഇങ്ങനെ മമ്മ പോണേന്റെ പുറകിൽ പോണം, എന്നിട്ട് ഈ സൈഡിലാണല്ലോ പാവ ഇരിക്കുന്നത്, എന്നിട്ട് അത് കണ്ടില്ല കേറി വന്നപ്പോ തന്നെ, എന്നിട്ട് മമ്മ കിട്ടി മമ്മ. അപ്പൊ അത് പറഞ്ഞിട്ട് ഞാൻ ഹക്കീം അങ്കിളിനെ ഇങ്ങനെ നോക്കണ്ടല്ലോ, എന്നിട്ട് ഇങ്ങനെ പോകുന്നു. അവിടെ അതൊക്കെ നോക്കണം ആരാ? കുഞ്ഞു തന്നെ കഴിഞ്ഞിട്ടാണോ അത് പറഞ്ഞു തന്നോ അങ്ങനെ നോക്കണം? പറഞ്ഞു തന്നായിരുന്നു. നക്ഷത്ര ചേച്ചിയായിട്ട് അഭിനയിച്ച എങ്ങനെയുണ്ടായിരുന്നു? ചേച്ചി അനിയത്തി കോംബോ സെറ്റിൽ അങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് സെറ്റിൽ ഏറ്റവും വലിയ കിട്ടിയ ഗിഫ്റ്റാണ് നക്ഷത്ര ചേച്ചി. മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പോ? സിനിമ ലൊക്കേഷൻ കഴിഞ്ഞപ്പോ മിസ് ചെയ്തായിരുന്നോ? നല്ലോണം മിസ് ചെയ്തു. പിന്നെ വിളിക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോകുകയാണ്. കുഞ്ഞിന് ഭയങ്കരമായിട്ട് മിസ് ചെയ്ത എന്തായിരുന്നു? ഹോൾ സെറ്റ് എന്തായാലും മിസ് ചെയ്തിട്ടുണ്ടാവും, എന്നാലും എടുത്ത് മിസ് ചെയ്ത അയ്യോ അതെനിക്ക് മിസ്സാവുന്നുണ്ടല്ലോ എന്ന് തോന്നിയത് എന്തായിരുന്നു? അവിടുത്തെ സെറ്റില് ലൊക്കേഷനില് സിനിമ മൊത്തം ഷൂട്ട് കഴിഞ്ഞപ്പോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫാമിലി പോലെയായിരുന്നു ആ സെറ്റ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ സങ്കടമായി. എന്നാലും എടുത്ത് ഇപ്പം ഒരു പേഴ്സണെ പറയുകയാണെങ്കിൽ, ഒരാളെ പറയുകയാണെങ്കിൽ ആരായിരിക്കും മിസ് ചെയ്തിട്ടുണ്ടാവുക? കുറച്ചുപേര് പറഞ്ഞു. പറഞ്ഞോ. രണ്ടുപേരെ പറയാം. ബ്രോയി, എൻ്റെ ഡയറക്ടറിനകത്ത് ബ്രോയിനെയും കിണ്ണിച്ചിനെയും നല്ലോണം മിസ് ചെയ്ത് ഞാൻ. പിന്നെ ഇപ്പം ഞാൻ കാണാറൊക്കെ ഉണ്ട്. ഇന്നലെ അങ്ങോട്ട് അവർ നാട്ടിലേക്ക് പോയതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ബ്രോയിനെ കാണണമെന്നുണ്ട്. പക്ഷേ ബ്രോയി ഈ ആന്തൻ റിലീസിനും വന്നില്ല, ഫിലിം റിലീസിനും വന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത് വാചകന്നൊക്കെ പറഞ്ഞു. ഡയറക്ടറുമായിട്ടുള്ള രസകരമായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ട്. ഒരു ദിവസം ഇങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ എൻ്റെ കയ്യിൽ ലിപ്സ്റ്റിക് ഉണ്ട്, എൻ്റെ ഉമ്മീൻ്റെ ബാഗിൽ. അപ്പൊ ഞാനും നക്ഷത്ര ചേച്ചിയും കൂടി ലിപ്സ്റ്റിക് ബ്രോയിന്റെ ചുണ്ടത്ത് തേച്ചെടുത്തു. എന്നിട്ട് മുടി ഇങ്ങനെ കെട്ടി വെച്ചു കൊടുത്തു. ഡയറക്ടർ ഭയങ്കര കമ്പനി ആയിരുന്നു തോന്നുന്നല്ലോ. ഇത്രയും വലിയ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ഡയറക്ടർ അത് അറിയായിരുന്നോ കുഞ്ഞിന്? മുന്നേ നല്ല സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള അതൊക്കെ അറിഞ്ഞിട്ടാണ് വന്നത്. കുഞ്ഞിന് എപ്പോഴാ സിനിമയിലേക്ക് വരണം എന്ന് തോന്നിയത്? ഞാൻ ഇങ്ങനെ ഫിലിമൊക്കെ കാണുക, ഞാൻ അങ്ങനെയൊക്കെ പോയിരുന്നെങ്കിൽ. ഏത് ക്യാരക്ടർ കണ്ടപ്പോഴാ എനിക്കും ഇതേപോലെ അഭിനയിക്കണമെന്ന് തോന്നിയത്? ഇത്താത്ത ഒരു ഫിലിമിന് പോയായിരുന്നു, ഇങ്ങനെ സൈഡ് റോളായിട്ട്. അപ്പൊ ഞാൻ കണ്ടപ്പോ ഒരു കൊച്ചനകത്ത് മെയിൻ റോളായിരുന്നു. അപ്പൊ എനിക്ക് അതുപോലെ. സിനിമയായിരുന്നു അത് ഒരു പെപ്പേന്റെ ഫിലിം. ചാക്കോച്ചനങ്ങളുടെ തന്നെയാ. അതിനകത്ത് കണ്ടപ്പോഴാ സിനിമയിൽ കണ്ടപ്പോ ഞാൻ ആ സ്ഥലത്തായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഫൈനലി അവിടെ തന്നെ എത്തിയില്ലേ? അത് ഇത്രയും വലിയൊരു കാസ്റ്റിന്റെ കൂടെ പ്രൗഡ് അല്ലേ? അത് എല്ലാരോടും പറഞ്ഞു. ഈ സിനിമ ഇറങ്ങാൻ പോകുന്ന സമയത്ത് ടീച്ചേഴ്സിനോടും മിസ്സിനോടൊക്കെ പറഞ്ഞു. അവരൊക്കെ എങ്ങനെയായിരുന്നു സപ്പോർട്ട്? മിസ്സിന്റെ ഒക്കെ സപ്പോർട്ട്, പിന്നെ ഫ്രണ്ട്സിന്റെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഫാമിലിന്റെ ഒന്നും സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എത്തൂലായിരുന്നു. കാരണം ഞാൻ മിസ്സാകുന്ന ദിവസം എനിക്ക് ഫ്രണ്ട്സ് നോട്ട് അയക്കും. പിന്നെ മിസ്സ് ഇങ്ങനെ ഇന്ന പോർഷനാണ് ഇന്ന് എടുത്തതെന്നൊക്കെ പറഞ്ഞ് അയച്ചരും. പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ സാറൊക്കെ ആയിരുന്നു. അങ്ങനെ ടീച്ചേഴ്സ്മാരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഫ്രണ്ട്സും. ഓരോ സീൻ കഴിയുമ്പോഴേ ആരുടെ മുഖത്തേക്കായിരുന്നു ഫസ്റ്റ് നോക്കുന്നത്? ഇത് ഞാൻ ചെയ്തത് ഓക്കെ ആണോ? ബ്രോയിന്റെ മുഖത്തേക്കായിരുന്നു നോക്കുന്നത്. ബ്രോ എന്തായിരുന്നു എക്സ്പ്രഷൻ ഇടുന്നത്? ബ്രോ അങ്ങനെ കാണിക്കല്ലേ. പിന്നെ ഒരു സീൻ എടുത്തു. അപ്പൊ ഇങ്ങനെയാണോ അഭിനയിക്കണേന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു. ഇങ്ങനെയാണോ അഭിനയിക്കണേ? എന്നിട്ട് വാ മൈക്ക് പിടിക്കാന്ന് പറഞ്ഞിട്ട് എന്നോട് പറയാ കടിച്ചു പാക്കപ്പ് പറയാൻ. കുഞ്ഞാണോ പാക്കപ്പ് പറഞ്ഞേ? ഒരു ദിവസം
ഓക്കെ. അപ്പൊ ഞാൻ ഓർത്തു ഞാൻ എന്താ അഭിനയിച്ചതിൽ കുറവെന്ന് ചോദിച്ച പോലെ പാക്കപ്പ് പറയാൻ പറഞ്ഞു. ബാക്കപ്പ് പറഞ്ഞോളാൻ പറഞ്ഞു. പിന്നെ ബ്രോ ഞങ്ങളോട് ഒരു വാക്കുപോലും ദേഷ്യപ്പെട്ടു ഒന്നും പറഞ്ഞിട്ടില്ല. നല്ല ഇതായിരുന്നു. അതുപോലെ തന്നെ പോയതിൽ വെച്ച് ആരും പറഞ്ഞല്ല, ബ്രോയും പറഞ്ഞല്ല. ഹക്കിമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹക്കിം ഷാ നല്ലായിരുന്നു. കമ്പനി ആയിരുന്നോ? കമ്പനിയായിരുന്നു, എല്ലാരും കമ്പനിയായിരുന്നു. ഈ പ്ലേ സ്റ്റേഷൻ എന്തായി? കിട്ടിയില്ല. ഇതുവരെയും കിട്ടിയില്ല. ഡയറക്ടറിനോട് പറഞ്ഞോളൂ എനിക്കൊരു പ്ലേ സ്റ്റേഷൻ മേടിച്ചു തരാൻ. എനിക്കൊരു പ്ലേ സ്റ്റേഷൻ മേടിച്ചെന്നേ. നിസാമേശ്വരം മേടിച്ചു തരട്ടെ. ആയിരക്ക് സെറ്റിൽ ഏറ്റവും സന്തോഷമുള്ളൊരു സീൻ ഏതായിരുന്നു? അതെനിക്ക് ഭയങ്കര സന്തോഷമായി പോയി തന്നൊരു ഗിഫ്റ്റ് തന്നെയാണ്. പൃഥ്വിരാജങ്ങളും പാർവതി ആൻറ്റി നക്ഷത്രേച്ചിയും പിന്നെ ആ സെറ്റും എല്ലാവരും കൂടി ആഘോഷിക്കാൻ പറ്റി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റി. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും നല്ല സന്തോഷം. കാരണം അവരുടെയൊക്കെ കൂടെ ബർത്ത്ഡേ ആഘോഷിച്ചു. പിന്നെ അന്ന് പാർവതി ആൻറ്റീൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നു, മമ്മാൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നു. അപ്പോഴായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു ബർത്ത്ഡേ. അപ്പോൾ അന്ന് ഷെഡ്യൂളായിരുന്നു. പിന്നെ മമ്മായും പോയി ആ സമയത്താക്കി. പിന്നെ ഞാൻ അറിഞ്ഞില്ല കേക്കൊക്കെ ഉണ്ടാക്കുമെന്ന്. ഉമ്മീനോടൊക്കെ പറഞ്ഞായിരിക്കും, എനിക്കറിയൂല. പക്ഷെ ഞങ്ങൾ പോലും അറിയാണ്ട് കേക്ക് മുറിച്ചു. എൻ്റെ പൊന്നി, ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് മമ്മാനോട് ബൈ പറയാൻ വേണ്ടി ഇങ്ങനെ മമ്മ പോകാൻ വേണ്ടി അറിയാൻ മുന്നേ കേക്ക് ഇരിക്കണം. ഞാൻ സർപ്രൈസ്ഡായി. അങ്ങനെ ഒത്തിരി സന്തോഷമായല്ലേ? നല്ല സന്തോഷമായ ദിവസമായിരുന്നു. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ആയറ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു പ്രാസംഗികയൊക്കെയാണല്ലോ, നന്നായിട്ട് സംസാരിക്കും. ഞാൻ കുറേ വീഡിയോസ് കണ്ടു അക്കൗണ്ടിൽ. ഒരു ജേർണലിസ്റ്റ് ആവുക, ഇപ്പൊ എൻ്റെ സിനിമ കാണാൻ വേണ്ടി വരണം എന്ന് ഒരു റിപ്പോർട്ടർ സ്റ്റൈലിൽ പറയുകയാണ്. ന്യൂസൊക്കെ കാണലുണ്ടോ? വാർത്ത ചെറുതായിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എൻ്റെ സിനിമ കാണാൻ വരണം എന്നൊരു ജേർണലിസ്റ്റിക് സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത്? നമസ്കാരം, എൻ്റെ പേര് ഐറൈസ. ഐനോബഡി എന്ന് പറഞ്ഞ ഫിലിം റിലീസായത് ഇന്നലെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി എൻ്റെ ഫിലിം കാണുക, എന്നിട്ട് അഭിപ്രായം പറയുക. എല്ലാവരും കാണുക. നന്ദി, നമസ്കാരം. ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? പൃഥ്വിരാജ് പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഫസ്റ്റ് എക്സ്പ്രഷൻ മമ്മയുടെയും പപ്പയുടെയും എന്തായിരുന്നു അത്? ഉമ്മ ഇങ്ങനെ വിളിച്ചു, ഹലോ, ജോക്കർ ടീമിൽ നിന്നാണ്, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൽ നിന്നാണ്. അപ്പോൾ ഉമ്മ ഇങ്ങനെ ഞാൻ പിന്നെ വിളിച്ചിട്ട് പൃഥ്വിരാജ് അങ്ങനെ എങ്ങനെയാ? അപ്പം പപ്പയുടെ കൂടെ പറഞ്ഞ എങ്ങനെയാ? ഉമ്മ എങ്ങനെയാ പറഞ്ഞേ? ഉമ്മ ഇങ്ങനെ വിളിക്കുവായിരുന്നു. അപ്പൊ ഞങ്ങളൊക്കെ അവിടെ ഇരിക്കുവായിരുന്നു, കഴിച്ചതിനോട്ട് ഇരിക്കുവായിരുന്നു. പാപ്പ ഉണ്ടായിരുന്ന കൂടെ? പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് അവളുടെയും പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, അപ്പൊ പപ്പയും ചോദിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അവരെങ്ങനെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഫിലിമിന് സെലക്ട് ആയി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ തുള്ളി കളിക്കായിരുന്നു അവിടെ. എല്ലാരും ഉണ്ടായിരുന്നോ? ഭയങ്കര സന്തോഷമായല്ലേ? എന്തായാലും കുഞ്ഞിന് നല്ല അടിപൊളി സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ. മീഡിയം പ്രേക്ഷകരോട് എന്തെങ്കിലും പറയണ്ടോ? മീഡിയം പ്രേക്ഷകരെല്ലാവരും പോയി കാണുക. ഇതൊരു ഫാമിലി ഡ്രാമ എന്ന് തന്നെയാണ് ഞാൻ പറയുക. എല്ലാവരും പോയി കാണുക. നല്ല ഫിലിമാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇനി പോയി കാണുക. ടാറ്റ, ബൈ ബൈ.